ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്സ്യൂൾ ലേണിംഗ്. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GS3 സിലബസ് ആണ്. GS1 ആൻഡ് GS2 സിലബസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സോ നമുക്കിപ്പം GS3യുടെ സിലബസിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത് GS3 സിലബസ് എങ്ങനെയാണ് ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്തതെന്നാണ്. ഓക്കെ, സോ ഫസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി, then biodiversity and environment, then agriculture, then economic development, and then security and disaster management. ഇത്രയും രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് GS3യുടെ സിലബസ് ബ്രോഡായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. Indian economy and issues relating to planning, mobilization of resources, growth, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഇതാണ് അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇന്ത്യൻ എക്കണോമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോൾ പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാനിങ്ങിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് കുറേ പ്ലാൻസിനെ പറ്റി പഠിക്കാനുണ്ട്, ആ കാര്യങ്ങൾ. പിന്നെ നിതി ആയോഗ് വന്നു, പ്ലാനിങ് കമ്മീഷൻ മാറിയിട്ട്. സോ അതെന്തിനാണ് വന്നത്, ഇപ്പോൾ നിതി ആയോഗ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ടോപ്പിക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇഷ്യൂസ് അറൈസിങ് ഫ്രം ഇറ്റ്. ഓക്കെ, എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? ഓക്കെ, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്താണെന്നാണ് ഫസ്റ്റ് ഇതിൽ നോക്കേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ആ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗവൺമെൻറ് ബഡ്ജറ്റിംഗ്. എന്താണ് ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റിലെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ്, ആ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാൻഡ് റിഫോംസ് എങ്ങനെയാണ് നടന്നത്, എല്ലാ സ്റ്റേറ്റ്സിലും അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ ആവാനുള്ള കാരണം എന്താണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ എക്കോണമി. ഓക്കെ, ലിബറലൈസേഷൻ കൊണ്ട് എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഓക്കെ, ആ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് ദർ എഫക്ട്സ് ഓൺ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പോളിസി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എഫക്റ്റാണ് ഇൻഡസ്ട്രിയിലെ ഗ്രോത്തിന് അത് വരുന്നത്, നല്ല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ റെയിൽവേസ്, എയർപോർട്ട്സ്, റോഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസ് ആണ്. സോ നീഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ്, പിന്നെ സോഴ്സസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽസ്, ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്നത് മേജർ ക്രോപ്സ്, ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓക്കെ, ഇന്ത്യയിൽ തന്നെ പല റീജിയനിലും കൺട്രിയുടെ പല പാർട്സിലും പല ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് ക്രോപ്സ് മാറും, ക്രോപ്പിംഗ് പാറ്റേൺ എല്ലാം മാറും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ആൻഡ് ഇറിഗേഷൻ സിസ്റ്റം സ്റ്റോറേജ്. ഓക്കെ, ഇറിഗേഷൻ ഒരു ടൈപ്പ് അല്ല, കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ടൈപ്സാണ്, അതുകൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഡിഫറൻസ്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. അടുത്ത ടോപ്പിക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആൻഡ് ഇഷ്യൂസ് ആൻഡ് റിലേറ്റഡ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പ്രൊക്യൂർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് ഈ ടോപ്പിക്കിലുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ടെക്നോളജി ഇൻ ദ എയ്ഡ് ഓഫ് ഫാമേഴ്സ് ടെക്നോളജി മിഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫാം സബ്സിഡീസ് ആൻഡ് മിനിമം സപ്പോർട്ട് പ്രൈസസ്. ഓക്കെ, ഡയറക്റ്റ് സബ്സിഡീസ് ഉണ്ട്, ഇൻഡയറക്റ്റ് സബ്സിഡീസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ഇഷ്യൂസാണ് അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ MSP എന്താണ്, എങ്ങനെയാണ് MSP നിലവിൽ വരുന്നത്, ഓക്കെ, ആരാണത് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ടോപ്പിക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷനിങ്, ലിമിറ്റേഷൻസ്, റീവാമ്പിങ്. ഓക്കെ, എന്താണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇഷ്യൂസ് ഓഫ് ബഫർ സ്റ്റോക്സ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. എന്താണ് ബഫർ സ്റ്റോക്ക്,
സ്റ്റോക്ക്, അതുപോലെ തന്നെ ഈ ബഫർ സ്റ്റോക്ക് വെക്കാനുള്ള ഒരു നോംസൊക്കെ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ടോപ്പിക്സൊക്കെയാണ് ഇഷ്യൂസ് ഓഫ് ബഫർ സ്റ്റോക്ക് ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക്സ് ഓഫ് ആനിമൽ റിയറിങ്. ഓക്കെ, ആനിമൽ റിയറിങ്ങിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്. നെക്സ്റ്റ് ഈ അഗ്രികൾച്ചറിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഫുഡ് പ്രോസസ്സിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഡസ്ട്രിയാണ്. സോ ആ ഇൻഡസ്ട്രിയിൽ റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും, അതിൻ്റെ സ്കോപ്പ്, സിഗ്നിഫിക്കൻറ്റ്, ലൊക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജി. സോ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ദോർ ആപ്ലിക്കേഷൻസ് ആൻഡ് എഫക്ട്സ് ഇൻ ഡെയിലി ലൈഫ്. ഈ സയൻസിൻ്റെ ടെക്നോളജിയിലൊക്കെ ഡെയിലി ലൈഫിൽ വരുന്ന എഫക്ട്സ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഡ്രഗ്സ്, നമ്മുടെ ആൻറ്റിബയോട്ടിക്സ്, ഈ കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആവും. നെക്സ്റ്റ് വരുന്നത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്ത് ഇന്ത്യയിൽ നിന്നുള്ള എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ആർക്കൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് വരുന്നത് ഇൻഡിജനൈസേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ടെക്നോളജി. ഓക്കെ, ടെക്നോളജി ഇൻഡിജനൈസേഷൻ ചെയ്യുന്നതിനെ പറ്റി, അതുപോലെ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി. ഇതിലാണ് ഡിഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, റോബോട്ടിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, ന്യൂക്ലിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആവും. നെക്സ്റ്റ് ടോപ്പിക് അവയർനെസ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. Different fields means space, nanotechnology, biotechnology, robotic, etc. Next topic, issues relating to intellectual property rights. Okay, intellectual property rights അഥവാ IPR, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത്, എന്തുകൊണ്ടാണ് ഈ IPR വേണമെന്ന് പറയുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്, IPR എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, ഇപ്പോൾ ഇന്ത്യയിൽ IPR റെജ്യൂം എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഓക്കെ, എന്താണ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റിൻ്റെ ടൈപ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി ഇത്ര ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആവും. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ. ഓക്കെ, അപ്പോൾ പൊല്യൂഷൻ, ഡീഗ്രഡേഷൻ, എന്തൊക്കെ ടൈപ്സ് പൊല്യൂഷൻ ഉണ്ട്, ഈ ഡീഗ്രഡേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. സോ ഇതിൽ ഫസ്റ്റ് നോക്കേണ്ടത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്താണ്, എന്തൊക്കെ ഗൈഡ് ലൈൻസാണുള്ളത്, അതിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, എന്തൊക്കെ ടൈപ്പ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ ആ ഡിസാസ്റ്ററിനെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിയിൽ ആദ്യമായിട്ട് വരുന്നത് ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം. ഓക്കെ, ലിങ്കേജസ് ബിറ്റ്വീൻ ഡെവലപ്മെൻറ്റ് ആൻഡ് സ്പ്രെഡ് ഓഫ് എക്സ്ട്രീമിസം. ഇതിൽ നമ്മൾ ഈ എക്സ്ട്രീമിസത്തിനെ പറ്റി, നെക്സലിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്കിലാണ് പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് എക്സ്റ്റേർണൽ സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ്സ് ആക്ടേഴ്സ് ഇൻ ക്രിയേറ്റിംഗ് ചാലഞ്ചസ് ടു ഇൻറ്റേർണൽ സെക്യൂരിറ്റി. നമ്മുടെ ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് എക്സ്റ്റേർണൽ സ്റ്റേറ്റ് എന്നോ അതുപോലെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്നൊക്കെ എത്ര ചാലഞ്ചസ് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ JNK സെപ്പറേറ്റിസം, അതുപോലെ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, പിന്നെ റൈറ്റ് വിങ് ടെററിസം, അങ്ങനത്തെ ടോപ്പിക്സൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവും. നെക്സ്റ്റ് ടോപ്പിക് ചാലഞ്ചസ് ടു ഇൻറ്റേർണൽ സെക്യൂരിറ്റി ത്രൂ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് വഴി എന്തൊക്കെ ആണ് നമ്മുടെയൊക്കെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ ബാധിക്കുന്നത്. ഇപ്പം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് ഒക്കെ. ഓക്കെ, അപ്പം അതൊക്കെ ഇതിലാണ് വരുന്നത്. റോൾ ഓഫ് മീഡിയ ആൻഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഇൻ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ചാലഞ്ചസ്. ഓക്കെ, ഈ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് സൈറ്റ്സ് കൊണ്ട് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ എന്തൊക്കെ ചാലഞ്ചസ് വരുന്നു, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക് ബേസിക്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എന്താണ്, അതിൻ്റെ ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സ് ഇന്ത്യ എടുത്തിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റീനെ നേരിടാൻ വേണ്ടിയിട്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മണി ലോണ്ടറിങ് ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ. എന്താണ് മണി ലോണ്ടറിങ്, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ലോ ആണുള്ളത്, എന്തൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ.
നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ചാലഞ്ചസ് ആൻഡ് ദ മാനേജ്മെൻറ്റ് ഇൻ ബോർഡർ ഏരിയാസ്. ഓക്കെ, മീൻസ് ചാലഞ്ചസ് ഇൻ മാനേജിങ് ബോർഡർ സെക്യൂരിറ്റി, കോസ്റ്റൽ ആൻഡ് ടെറസ്ട്രിയൽ, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്, ബോർഡർ ഏരിയാസിന് സെക്യൂരിറ്റി മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട്. നെക്സ്റ്റ് ടോപ്പിക് ലിങ്കേജസ് ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം വിത്ത് ടെററിസം. ഓക്കെ, ലിങ്കേജസ് ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം വിത്ത് ടെററിസം. ഇതിൽ വരുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസ്ഡ് ക്രൈംസ്, എന്തൊക്കെ ടൈപ്സ് ഓർഗനൈസ്ഡ് ക്രൈംസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഈ GS3 ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് വേരിയസ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ഏജൻസീസ് ആൻഡ് ദ മാൻഡേറ്റ്. വേരിയസ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ഏജൻസീസ് ആൻഡ് ദ മാൻഡേറ്റ്. ഈ CAPF, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസ്, ഇങ്ങനത്തെ ഫോഴ്സസ് എല്ലാം ഈ ടോപ്പിക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് GS3 ടോപ്പിക്സ് ഉള്ളത്. കുറച്ചും കൂടി ഡൈവേഴ്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് GS3 ഉള്ളത്. സയൻസ് ആൻഡ് ടെക് ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്, ഓക്കെ, എക്കണോമി ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ GS3 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സിലബസ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും സിലബസ് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ GS4 സിലബസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.